ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ജീവികളും ചുറ്റുപാടും. അപ്പോൾ നമ്മുടെ EVS മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. ടോപ്പേഴ്സ് വേൾഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിക്കാണല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് ജീവികളും ചുറ്റുപാടും. അപ്പോൾ എന്താണ് ഇവിടെ എന്തിനെക്കുറിച്ച് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ പലതരത്തിലുള്ള ജീവികളെ കുറിച്ചിട്ടും ആ ജീവികൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ചിട്ടുമാണ് നമ്മളിവിടെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചിത്രത്തിൽ കാണുന്നത്? കുളമുണ്ട് അല്ലേ? കുളത്തിന് ചുറ്റും ഒരുപാട് ജീവികളുണ്ട്. ആ കുളത്തിൻ്റെ അടുത്തായി കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. നമുക്കിവിടെ ഫസ്റ്റ് പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽക്കുളമാണ്. വയൽ വരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. നല്ല തെളിഞ്ഞ വെള്ളം, ആമ്പലുകൾ പൂവിട്ട് നിൽക്കുന്നു. ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു. കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറു പ്രാണികളുമുണ്ട്. കുളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ വെള്ളത്തിനു മുകളിൽ വന്ന് വായ് പിളർക്കും. തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽക്കുളത്തിലെ മറ്റ് അന്തേവാസികൾ. കുളത്തിൽ ചെറു കല്ലുകളിട്ട് ഓളങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കളിച്ചു. കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല. ഇത് റൈന പറഞ്ഞൊരു കുട്ടിയുടെ നിരീക്ഷണ കുറിപ്പാണ് കേട്ടോ. അപ്പൊ നമുക്കിവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായി നിരീക്ഷണ കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. അപ്പൊ എന്താണ് ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത്? അപ്പൊ കുളം എന്ന് പറയുന്ന സമയത്ത് കുളത്തിൽ ഒരുപാട് ജീവികളുണ്ട് അല്ലെ? അപ്പൊ ആ ജീവികൾ കുളത്തിലെ ജീവികളെ കുറിച്ചും മരത്തിലെ ജീവികളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. റൈൻ്റെ നിരീക്ഷണ കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പൊ ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടതായിട്ട് പറയുന്നത്? കുളത്തിലെ ജീവികൾ ഏതൊക്കെയാണ്? മത്സ്യം, തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ. അതേപോലെ മരത്തിൽ കണ്ട ജീവികൾ ഏതൊക്കെയാണെന്നാ പറയണത്? മരത്തിൽ കണ്ടതാണ് കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി, ഉറുമ്പൊക്കെ എന്താ മരത്തിൽ കണ്ട ജീവികളാണ് അല്ലെ? അതായത് ഇവിടെ നമ്മുടെ ഈ നിരീക്ഷണക്കുറിപ്പിൽ പറയുന്നത്. എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ? അതായത് ചോദ്യം എന്താണ്? ജലത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും കരയിൽ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. എന്നാൽ ചില ജീവികൾക്ക് സാധിക്കും അല്ലെ? ചില ജീവികൾക്ക് കഴിയും. എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ ഊഹം പറയൂ. എന്തുകൊണ്ടാണ്? നമുക്കറിയാം മത്സ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കരയിൽ ജീവിക്കാൻ സാധിക്കില്ല. കാരണം ജലത്തിൽ മാത്രം വസിക്കുന്ന ഒരു ജീവിയാണ് മത്സ്യം എന്ന് പറയുന്നത്. മത്സ്യത്തിന് എന്തുകൊണ്ടാണ് കരയിൽ ജീവിക്കാൻ കഴിയാത്തത്? അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? കരയിൽ അവയ്ക്ക് ശ്വസിക്കാൻ കഴിയില്ല. അതായത് കരയിലാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മീനുകൾക്ക് ശ്വസിക്കാൻ കഴിയില്ല. ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്? അതായത് എല്ലാ ജീവികൾക്കും ജലത്തിൽ ജീവിക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് മത്സ്യത്തിന് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഒരു മത്സ്യത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അത് ഫില്ല് ചെയ്യുക. എന്നിട്ട് മത്സ്യത്തിന്റെ ആകൃതി എങ്ങനെയുള്ളതാണെന്നാണ് ചോദ്യം. അപ്പൊ മത്സ്യത്തിന് എന്തൊക്കെ സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്? ആകൃതി, ചിറകൊക്കെ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ? അത് നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആകൃതിയും ചിറകുകളൊക്കെ. മത്സ്യത്തിന്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? ജലത്തിലൂടെയുള്ള സഞ്ചാരത്തിന് ഈ ആകൃതി എങ്ങനെ സഹായിക്കുന്നു? ഇതിനുള്ള ഉത്തരം അടുത്ത പേജിലുണ്ട്. ഇവിടെ 2 വഞ്ചിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വഞ്ചികളുടെ ആകൃതി നിരീക്ഷിക്കുക. ആദ്യത്തെ വഞ്ചി നോക്കിക്കേ, ഇത് മീനുമായിട്ട് സാമ്യമുള്ള ഒരു ആകൃതിയാണ്. രണ്ടാമത്തെ എങ്ങനെയാണ്? വട്ടത്തിലുള്ളതാണ് അല്ലെ? വട്ടവഞ്ചിയാണത്. അപ്പൊ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഇതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം? തീർച്ചയായിട്ടും ഒന്നാമത്തെ അല്ലെ? ആദ്യത്തേതാണ് ജലത്തിൽ സഞ്ചരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആകൃതി എന്ന് പറയുന്നത്. മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. അവ സഞ്ചാര ദിശ മാറ്റുന്നത് എങ്ങനെയാണ്? അവയുടെ ചെതുമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചത്?
വിശദീകരിച്ചിരിക്കുന്നത്? മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏത്? ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മത്സ്യങ്ങൾക്കുള്ളത്? ഇതിനെല്ലാത്തിനും ഉത്തരവും ഈ ചേർത്താണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് ഈ പാരഗ്രാഫിലുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ശരീരത്തിന്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചേതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങളെ സഹായിക്കുന്നു. അതായത് ജലത്തിലൂടെ മത്സ്യങ്ങൾക്ക് മൂവ് ചെയ്യാൻ, നീങ്ങാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം തന്നെ അതിന്റെ ആകൃതിയാണ്. പിന്നെ അതിനുള്ള മത്സ്യങ്ങൾക്കുള്ള ചിറകുകൾ, അതിന്റെ വാൽച്ചിറകുകൾ, ചേതമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ്, ഇതെല്ലാമാണ് മത്സ്യത്തിന് ജലത്തിലൂടെ സഞ്ചരിക്കാൻ സഹായമാകുന്നത്. പിന്നെയോ അതിന് ശ്വസിക്കാൻ, മത്സ്യത്തിന് ജലത്തിൽ ശ്വസിക്കാൻ സഹായമാകുന്നത് എന്താണ്? ആ ഭാഗത്തിന് പറഞ്ഞ പേരാണ് ചെകിളപ്പൂക്കൾ. ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. ഇവിടെ ചോദ്യമുണ്ട് അല്ലെ, മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏതാണ്? ചെകിളപ്പൂക്കൾ. മത്സ്യങ്ങളുടെ വിവിധ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ, ഇനി സവിശേഷതയുള്ള ചില സസ്യങ്ങളെ പരിചയപ്പെടാം എന്നാ പറഞ്ഞത്. നമുക്ക് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ചെടികളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സസ്യങ്ങൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് മരുഭൂമി പോലെയുള്ള പ്രദേശങ്ങളിലാണ് കാണാൻ സാധിക്കുക. ഈ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന ചെടിയുടെ പേരാണ് കാക്ടസ് എന്ന് പറയും. രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് അഗേവ് എന്നാണ് ചെടിയുടെ പേര്. ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തണ്ടിന്റെ പ്രത്യേകത എന്താണ്? മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെല്ലാം പ്രത്യേകതകളാണ് ഇവയ്ക്കുള്ളത്? ചർച്ച ചെയ്ത് എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ ഇത്തരം സസ്യങ്ങളെ കുറിച്ചാണ് അടുത്ത നമ്മുടെ ഈ പാരഗ്രാഫിൽ പറയുന്നത്. മരുഭൂമിയിലെ സസ്യങ്ങൾ, ആ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ, ചെടികളെ പറയുന്ന പേരാണ് മരുരൂഹങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് മരുരൂഹങ്ങൾ? മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം. അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നവയുമാണ്. തണ്ടുകളിൽ മെഴുകുപോലെയുള്ള ഒരു ആവരണമുണ്ട്. ഈ ആവരണം ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു. മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്ന് പോലും ജലം വലിച്ചെടുക്കും. മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങൾ അഥവാ എന്താണ് സെറോഫൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ പ്രാപ്തമാക്കുന്നു. അപ്പൊ എന്തൊക്കെ പ്രത്യേകതകളാണ് പറഞ്ഞത്? മരുഭൂമിയിലെ സസ്യങ്ങള് ഒന്നെങ്കിൽ ആ സസ്യങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഇലയുണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ ഇലകളായിരിക്കാം, അല്ലെങ്കിൽ മുള്ളു ഉള്ള ചെടികളായിരിക്കും കൂടുതലായിട്ടും കാണാൻ സാധിക്കുക. അപ്പൊ അവയുടെ തണ്ടുകൾ എങ്ങനെയായിരിക്കും? ആ ചെടികൾക്ക് ഉണ്ടാകുന്ന തണ്ടുകൾ എന്ന് പറയുന്നത് നല്ല കനമുള്ളതായിരിക്കും, അതേപോലെ നല്ല പച്ച നിറമുള്ളതായിരിക്കും. അത് ജലം സംഭരിച്ചു വെക്കാൻ, അതായത് ഈ ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലം ആവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കിയുള്ളത് ജലം സംഭരിച്ചു വെക്കാനുള്ള കഴിവും ആ അത്തരം ചെടികൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ തണ്ടുകളിൽ മെഴുകു പോലെ ഒരു ആവരണം ഉണ്ടാവും. അതായത് ഒരുപാട് ജലനഷ്ടം തടയാനുള്ള ഒരു സഹായമാവുന്നത് എന്താണ്? ആ മെഴുകു പോലെയുള്ള ആവരണമാണ്. അതേപോലെ തന്നെ മണ്ണിൽ വളരെയധികം താഴ്ന്നിറങ്ങി മണ്ണിന്റെ അടിയിൽ നിന്ന് വരെ വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവും ഇത്തരം ചെടികൾക്ക് ഉണ്ടാവും. ഇത്തരം ചെടികളെ പറയുന്ന പേരെന്താണ്? മരുരൂഹങ്ങൾ എന്നാണ് പറയുക. മരുഭൂമിയിൽ വസിക്കുന്ന ചെടികളെ പറയുന്ന പേരാണ് മരുരൂഹങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത്, ഈ ചോദ്യം വരുന്ന ഒരു മെയിൻ പോർഷൻ ഇതാണ്. എന്താണ് അനുകൂലനം എന്നാൽ എന്താണ്? അനുകൂലം, ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അനുകൂലനം. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ മീനിന് കരയിൽ വസിക്കാൻ കഴിയോ? ഇല്ല. കാരണം എന്താ? മീനിന്റെ അനുകൂലനം എന്ന് പറയുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന രീതിയിലാണ് അല്ലെ. അപ്പൊ മീനിന്റെ ആ വെള്ളത്തിൽ ജീവിക്കാൻ സഹായമാവുന്ന ആ ഒരു പ്രത്യേകതകളുണ്ട്. അതാണ് മീനിന്റെ അനുകൂലനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ചെടികൾ എന്തൊക്കെയാ പറയണത് നോക്കിക്കേ. തവളയും പറയുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ആമ്പൽ ചെടിയും പറയുന്ന രണ്ട് കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആമ്പൽ എന്താ പറയുന്നത്? തണ്ടുകളിലെ വായു അറിയുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് എന്നാണ് പറയണത് ആമ്പൽ. തവള എന്താ പറയണത്? വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്നത് മൂലം വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയും എന്ന് പറയുന്നുണ്ട്. ആമ്പലും തവളയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ, അവയുടെ കൂടുതൽ അനുകൂലനങ്ങൾ ചർച്ച ചെയ്തെഴുതും. അപ്പൊ നമ്മുടെ ആമ്പലിനും തവളയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആമ്പലിന്റെയും തവളയുടെയും എന്ത് ചെയ്യുക? കൂടുതൽ അനുകൂലനങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ആമ്പലിന്റെ രണ്ട് അനുകൂലനം എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? ഒന്ന്, ഇലയുടെ മുകളിലെ മെഴുക് പോലുള്ള ആവരണം. അതേപോലെ രണ്ടാമത്തെ പറയുന്നത് തണ്ടുകളിലെ വായുവറ.
തവളയുടെ മറ്റ് അനുകൂലം എന്തൊക്കെ എഴുതാൻ പറ്റും? വലപാദങ്ങളാണ്. അതേപോലെ തന്നെ 2 ശ്വസനാവയവങ്ങളുണ്ട് അല്ലെ. തവളയുടെ പ്രത്യേകത എന്താണ്? തവളയ്ക്ക് വെള്ളത്തിലും അതേപോലെ തന്നെ കരയിലും വസിക്കാൻ കഴിയും. അതുകൊണ്ട് രണ്ട് രീതിയിലും അതിന് ശ്വസിക്കാൻ കഴിയുന്നതാണ് അതിന് മറ്റൊരു അനുകൂലനം എന്ന് പറയുന്നത്. അടുത്ത് നോക്കി, താഴെയായിട്ട് 3 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചിത്രം നോക്കിയിട്ട് ചിത്രത്തിലെ ജീവികൾക്ക് എവിടെയെല്ലാമാണ് വസിക്കുന്നതെന്നാണ് ചോദ്യം. ആദ്യത്തെ ചിത്രം നോക്കൂ, ഇത് എന്താ, ഒരു ആടിന്റെ ചിത്രമാണ് അല്ലെ. ഈ ആട് നമുക്ക് കരയിലാണോ വെള്ളത്തിലാണോ, അത് കരയിലും വെള്ളത്തിലും വസിക്കാൻ ആടിന് കഴിയുമോ? കരയിൽ ജീവിക്കുന്ന ജീവിയാണ് ആട്. അടുത്ത ചിത്രം നോക്കൂ, അടുത്ത എന്താണ്? കൊഞ്ചാണ് അല്ലെ. കൊഞ്ച് എങ്ങനെയാണ്? കരയിലും വെള്ളത്തിലും വസിക്കുവോ? ഇല്ല, വെള്ളത്തിൽ മാത്രമാണ്. പക്ഷെ മൂന്നാമത്തെ ചിത്രം നോക്കൂ, ആമയാണ്. ആമ എങ്ങനെയാണ്? കരയിലും വെള്ളത്തിലും വസിക്കുന്ന ജീവിയാണ്. കരയിലും വെള്ളത്തിലും വസിക്കുന്ന ജീവിയാണ് ആമ. കാരണം ആമയുടെ അനുകൂലനം അതിന് സഹായമാവുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പരിചിതമായ മറ്റു ജീവികളുടെ പേരുകൾ എഴുതി പട്ടിക പൂർത്തിയാക്കാനാണ് അവർ പറയുന്നത്. അതായത് കരയിൽ ജീവിക്കുന്നവ, വെള്ളത്തിൽ ജീവിക്കുന്നവ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. അപ്പൊ കരയിൽ ജീവിക്കുന്നവ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ആന, കടുവ, മുയൽ, കരടിയൊക്കെ എഴുതാൻ പറ്റും. വെള്ളത്തിൽ ജീവിക്കുന്നവ എന്തൊക്കെ എഴുതാം? മത്സ്യം, കടൽക്കുതിര, നീരാളി, തിമിംഗലമൊക്കെ എഴുതാൻ പറ്റും. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ തവള, ആമ, മുതല. പൂർത്തിയാക്കിയ പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ എന്റെ പരിസര പാഠപുസ്തകത്തിൽ രേഖപ്പെടുത്തുക. മരുഭൂമിയിലും ധ്രുവപ്രദേശങ്ങളും ജീവികൾ വസിക്കുന്നുണ്ടല്ലോ. എന്തെല്ലാം അനുകൂലനങ്ങളാണ് അവയ്ക്കുള്ളത്? മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവിയാണ് നമുക്കറിയാം ഒട്ടകം. ധ്രുവപ്രദേശത്തുള്ളതാണ് എന്ത്? പെൻഗ്വിൻ. മരുഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ഒട്ടകം പറയുന്നത് എന്താണ്? മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ്. അതേപോലെ തന്നെ പെൻഗ്വിൻ എന്താ പറയുന്നത്? ത്വക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നത് അല്ലെ. അതായത് മരുഭൂമിയിൽ എത്ര നാൾ വേണമെങ്കിലും വെള്ളം കുടിക്കാതെ ഒരുപാട് ദിവസം ജീവിക്കാൻ നമ്മുടെ ഒട്ടകത്തിന് കഴിയും. അതിന് കാരണം എന്താ വെച്ചാൽ അതിന്റെ മുതുകിലുള്ള കൊഴുപ്പാണ്. മുഴ പോലുള്ളത് കണ്ടിട്ടില്ലേ? അതെന്താണ്? അതിന്റെ കൊഴുപ്പാണ്. അതാണ് മരുഭൂമിയിൽ വസിക്കാൻ ഒട്ടകത്തിന് സഹായമാവുന്നത്. അതേപോലെ തന്നെ ധ്രുവപ്രദേശം പറഞ്ഞാൽ ഒരുപാട് തണുപ്പുള്ള പ്രദേശമാണ് ധ്രുവപ്രദേശത്ത് അത്രയും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായമാവുന്നത്, പെൻഗ്വിന് സഹായമാവുന്നത് എന്താണ്? അതിന്റെ സ്കിൻ, അതായത് അതിന്റെ ത്വക്കിനടിയിലുള്ള കൊഴുപ്പാണ് അതിന് സഹായമാവുന്നത്. ഒട്ടകത്തിനും പെൻഗ്വിനുമുള്ള മറ്റ് അനുകൂലങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്ത് പട്ടികയിൽ എഴുതൂ. ഒട്ടകത്തിന്റെ മറ്റ് അനുകൂലങ്ങൾ എന്തൊക്കെ എഴുതാൻ പറ്റും? മുതുകിലെ കൊഴുപ്പ്, നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ. പെൻഗ്വിന് ത്വക്കിനടിയിലെ കൊഴുപ്പ്, നീന്താൻ സഹായിക്കുന്ന പാദങ്ങൾ, വെള്ളം കയറാത്ത രോമങ്ങൾ. ഇതെല്ലാം പെൻഗ്വിന്റെ എന്താണ്? അനുകൂലനങ്ങളാണ്. നമുക്ക് പഠിക്കാനുള്ളത് കങ്കാരു എലിനെ കുറിച്ചാണ്. വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം അല്ലെ. വെള്ളം കുടിക്കാതെ ജീവിക്കുന്ന ഒരു ജീവിയാണ് കങ്കാരു എലി എന്നാണ് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് കങ്കാരു എലിനെ കുറിച്ച് പഠിക്കാം. ഇവിടെ എന്ത് എഴുതിയിരിക്കും നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി. മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലനങ്ങൾ ഇതിനുണ്ട്. പകൽ സമയത്ത് ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. രാത്രി കാലങ്ങളിലാണ് ഇര തേടുന്നത്. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു. വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമുള്ള ജലനഷ്ടം വളരെ കുറവാണ്. നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടിച്ചാടിയാണ് സഞ്ചരിക്കുന്നത്. കവിൽ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കാനും കഴിയും. അപ്പൊ വെള്ളം കുടിക്കാതെ ജീവിക്കുന്ന ജീവി ഏതാണ്? കങ്കാരു എലി അല്ലെ. അടുത്തത് അവിടെ കൊക്കും മീനും കൂടെ സംസാരിക്കുന്നത് എന്താണ്? എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? കൊക്ക് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട്. മീൻ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ടല്ലോ. അപ്പൊ കൊക്ക് എന്താ പറയുന്നത്? കൊക്കിന് ആവശ്യമുള്ളതെല്ലാം വയലിലുണ്ടെന്ന് പറയാണ് അല്ലെ. മീൻ എന്താ പറയുന്നത്? മീനിന് ആവശ്യമുള്ളതെല്ലാം കുളത്തിലുണ്ടെന്ന് പറയാണ്. കൊക്കിന് വയലിൽ നിന്ന് എന്തെല്ലാമാണ് ലഭിക്കുന്നത്? എന്തെല്ലാം ലഭിക്കും? ചെറുജീവികൾ, ധാന്യങ്ങൾ, എലികൾ. മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും? അതേപോലെ തവള അല്ലെ, നമ്മുടെ കൊക്കിന് ലഭിക്കുന്നത്. മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും? വാസസ്ഥലം, അതിന് വസിക്കുന്ന സ്ഥലമാണ്. ഭക്ഷണം ലഭിക്കും, വായു ലഭിക്കും. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് ആവാസം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ആവാസം എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതൊക്കെ നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. എക്സാമിന് ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗം കൂടിയാണ് കേട്ടോ ഇത്. ആവാസം പറഞ്ഞാൽ എന്താന്നുള്ളത്. ആവാസം എന്ന് വെച്ചാൽ ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിന്റെ വാസസ്ഥലം അഥവാ ആവാസം എന്ന് പറയുന്നത്. അതിപ്പോ നമ്മൾ കൊക്കിന്റെ ആവാസം എവിടെയാണ്? കൊക്കിന്റെ ആവാസം വയൽ എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ മീനിന്റെ ആവാസം എന്താണ്? കുളം. അപ്പൊ ആവാസത്തെ ഇംഗ്ലീഷിൽ പറയുക ഹാബിറ്റേറ്റ് എന്നാണ്. ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട്. കുളം, പുഴ, വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആവാസങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതൂ എന്നാണ് പറയുന്നത്. വേറെ നമുക്ക് ആവാസങ്ങൾ എന്തൊക്കെ എഴുതാൻ പറ്റും? വൃക്ഷം എഴുതാം. വൃക്ഷത്തിൽ പലതരത്തിലുള്ള ജീവികൾ വസിക്കുന്നുണ്ട്. കുളം, വയൽ,
അടുത്തത് വിവിധ തരം ആവാസങ്ങൾ. ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ വിവിധ തരത്തിലുള്ള ആവാസങ്ങളുണ്ട്. നമുക്ക് ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാൻ പറ്റും. കാടുണ്ട്, മരുഭൂമിയുണ്ട്, പിന്നെന്താ ധ്രുവപ്രദേശമുണ്ട്, കടലുണ്ട്, വയലുണ്ട്. ഇതെല്ലാം എന്താണ്? ആവാസങ്ങളാണ്. ചിത്രത്തിൽ കാണുന്ന വിവിധ തരം ആവാസങ്ങൾ ഏതെല്ലാം? പേരുകൾ എഴുതി നോക്കൂ. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ അല്ലേ, മരുഭൂമി, ധ്രുവപ്രദേശം, കടല്, വയൽ, ഇതെല്ലാം ആവാസങ്ങളാണ്. വയൽ ഒരു ആവാസമാണല്ലോ. അതെ, നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. ഏതെല്ലാമാണ് അവ? ചർച്ച ചെയ്ത് എഴുതൂ. ജീവനുള്ളവ ഏതൊക്കെയാണ്? സസ്യങ്ങൾ ജീവനുള്ളവയാണ്. ജന്തുക്കൾ, ചെറുപ്രാണികൾ ജീവനുള്ളവയാണ്. ജീവനില്ലാത്തവ എന്തൊക്കെയാണ് വയലിൽ കാണാൻ കഴിയുന്നത്? മണ്ണ്. അതേപോലെ അടുത്തത് ജലം, സൂര്യപ്രകാശം, വായു. പ്രകൃതിദത്തമായ ആവാസങ്ങളും മനുഷ്യനിർമ്മിതമായ ആവാസങ്ങളും ഉണ്ട്. വനം പ്രകൃതിദത്ത ആവാസത്തിന് ഉദാഹരണമാണ്. സ്കൂളിലെ ജൈവവിദ്യ ഉദ്യാനവും. അപ്പൊ നമ്മൾ എന്താണ് ആവാസം എന്ന് പഠിച്ചു. ആവാസം തന്നെ പ്രകൃതിദത്തമായ ആവാസമാണ്. എന്ത് പറഞ്ഞത്? നമ്മുടെ കാട്, വൃക്ഷമൊക്കെ പ്രകൃതിദത്തമായ ആവാസമാണ്. എന്നാൽ മനുഷ്യരായി നിർമ്മിക്കുന്നതാണ് മനുഷ്യനിർമ്മിതമായ ആവാസം എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിലുള്ള ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത് എന്താണ്? എന്തിന് ഉദാഹരണമാണ്? മനുഷ്യനിർമ്മിതമായ ആവാസത്തിന് ഉദാഹരണമാണ്. അടുത്തത് പ്രകൃതിദത്ത ആവാസങ്ങൾക്കും മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. പ്രകൃതിദത്ത ആവാസങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? വനം, തടാകം, മരുഭൂമി, പർവ്വതം, തണ്ണീർത്തടം. മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്ക് ഉദാഹരണമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം, വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങളെല്ലാം. ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. സസ്യങ്ങൾ, ജന്തുക്കൾ. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കഴിഞ്ഞ പേജിലെ ചോദ്യങ്ങളുടെ ഉത്തരമാണ് പറയുന്നത്. സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം തുടങ്ങിയവയാണ് ജീവനില്ലാത്ത ഘടകങ്ങൾക്ക് പ്രധാനപ്പെട്ടവ. വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നില്ലേ? ഇതേപോലെ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നവയുണ്ട്. ഒരു പ്രദേശത്ത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്തിൽ കഴിയുന്നു. ചിത്രം നിരീക്ഷിക്കാനാണ് പറയുന്നത്. ആരെയെല്ലാം ആശ്രയിക്കുന്നു? വരച്ച് യോജിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അതായത് നമുക്കറിയാലോ, ഇപ്പൊ ചെടീനെ ഇവിടെ നോക്കിക്കേ, ചെടീനെ ആര് ആശ്രയിക്കുന്നുണ്ട്? പുൽച്ചാടി ആശ്രയിക്കുന്നു. പുൽച്ചാടിയെ ആര് ആശ്രയിക്കുന്നു? തവള ആശ്രയിക്കുന്നു. തവളയെ പാമ്പ് ആശ്രയിക്കുന്നു. പാമ്പിനെ ആര് കഴിക്കുന്നു? പരുന്ത് അല്ലേ, പരുന്ത് കഴിക്കുന്നു. അതേപോലെ തന്നെ പരുന്ത് ആരെയും കഴിക്കുന്നുണ്ട്? മീനിനെ. അപ്പൊ അതേപോലെ തന്നെ തവള ആരെ ആശ്രയിക്കുന്നു? മീനിനെ ആശ്രയിക്കുന്നു. ആവാസ വ്യവസ്ഥ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥ. അപ്പൊ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്തിൽ കഴിയുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ. വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് തുടങ്ങിയവ ചെറിയ ആവാസ വ്യവസ്ഥകളാണ്. വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം തുടങ്ങിയവ വലിയ ആവാസ വ്യവസ്ഥകളാണ്. ഒരു ആവാസ വ്യവസ്ഥയിലെ പരസ്പര ആശ്രയത്വം എങ്ങനെയെല്ലാമാണ്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ, അതേപോലെ തന്നെ പൂവും പൂമ്പാറ്റയും തമ്മിൽ, ജന്തുക്കളും ചെടികളും തമ്മിൽ. ആവാസ വ്യവസ്ഥകളുടെ നാശത്തെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. കുന്നിനുമുണ്ട് പറയാൻ. എന്താണ് കുന്നിനെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ പലയിടത്തും ഞങ്ങളെ കാണാം. കുന്നു കയറാത്തവരായി ആരെങ്കിലും ഉണ്ടോ? മണ്ണിര മുതൽ കുറുനരി വരെ എത്ര ജീവികൾക്കാണ് ഞങ്ങൾ വാസസ്ഥലം ഒരുക്കുന്നത്. കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വയ്ക്കുന്നു. പിന്നീട് കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കും ഞങ്ങൾ ആ വെള്ളം നൽകുന്നു. കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറയ്ക്കാനും ഞങ്ങൾക്ക് കഴിയും. കണ്ടില്ലേ, ഞങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയുന്നുണ്ടോ? ഒരിക്കലുമില്ല. അല്ലെ, എന്ത് ചെയ്യുന്നു? വലിയ കുന്നുകൾ ഇടിച്ച് നിരത്തുന്നു. എന്നിട്ട് ആ മണ്ണെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക മനുഷ്യർ ചെയ്യുന്നത്? അതെടുത്തിട്ട് വയൽ നികത്തുക. ഇതെല്ലാം എന്താണ്? പ്രകൃതി നാശത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. കുന്നിന്റെ ആത്മകഥം വായിച്ചല്ലോ. കുന്നുകൾ ഇല്ലാതാകുന്നത് കൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ട്? ആവാസ വ്യവസ്ഥ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്ത് എഴുതൂ. എന്തൊക്കെയാണ്? കുന്നിടിക്കൽ, അടുത്തത് കീടനാശിനികളുടെ അമിത ഉപയോഗം, പിന്നെ ഖനനം, വനനശീകരണം, വയൽ നികത്തൽ. ഇതെല്ലാം എന്താണ്? ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകളാണ്. അടുത്തത് പറയുന്നത് മലിനീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. മണ്ണിന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. കർഷക മിത്രം എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പൊ കർഷക മിത്രം എന്ന് പറയുന്നത് ആരെയാണ്? മണ്ണിര. ഇപ്പോൾ മലിനീകരണം കാരണം മണ്ണിൽ ജീവിക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. മണ്ണിന് പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. നിങ്ങളുടെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും കാണുന്ന മാലിന്യങ്ങൾ എന്തെല്ലാമാണ്? പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക് മാലിന്യം, ജൈവ മാലിന്യം, പേപ്പർ അല്ലേ, പേപ്പർ. നിങ്ങളുടെ സ്കൂളിലെ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെയാണെന്ന് കണ്ടെത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പൊ എല്ലാ സ്കൂളിലും ഉണ്ടാവും മാലിന്യ നിർമ്മാർജ്ജനം ഉണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങളുടെ സ്കൂളിലെ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെയാണെന്ന് കണ്ടെത്തിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് ആണ് നമ്മളിന്ന് ചെയ്തത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന് സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ ഫസ്റ്റ് പാർട്ട് കണ്ട എല്ലാ കൂട്ടരും സെക്കൻഡ് പാർട്ടിന്റെ ക്ലാസ് കാണുക. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.